എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. രാമായണത്തിൽ സീതയ്ക്ക് തുല്യം അല്ലെങ്കിൽ സീത, ഊർമിള എന്നീ രണ്ട് കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്താൽ സീതയോടൊപ്പം ചേർത്ത് സംസാരിക്കേണ്ട ഒരു കഥാപാത്രമാണ് ഊർമിള. രാമായണത്തിൽ രാമൻ്റെ യാത്രയ്ക്ക്, സീതയുടെ യാത്രയ്ക്ക്, ലക്ഷ്മണൻ്റെ സാന്നിധ്യത്തിനൊക്കെ നന്ദി പറയേണ്ട കഥാപാത്രമാണ് ഊർമിള. പക്ഷേ ഇതിഹാസ ഗ്രന്ഥകാരനായിട്ടുള്ള വാൽമീകി പലയിടങ്ങളിലും മൗനം പാലിപ്പിക്കുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റി ഊർമിളയെ വേണ്ട രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. സൗകര്യപൂർവ്വം മറന്നു കളയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഊർമിള പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത്. ജനകൻ്റെയും അതോടൊപ്പം സുനയനയുടെയും, സുനയന എന്നാണ് അമ്മയുടെ പേര്, സുനയനയുടെയും പുത്രിയായ ഈ ഊർമിളയാണ് യഥാർത്ഥത്തിൽ ജനകൻ്റെ പുത്രി. സീതയെ വയലിൽ നിന്ന്, സിതത്തിൽ നിന്ന് കിട്ടിയവളെന്ന അർത്ഥത്തിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജനകൻ്റെ രക്തത്തിൽ പിറന്നിട്ടുള്ള പുത്രി എന്ന് പറയുന്നത് ഊർമിളയാണ്. പക്ഷേ ജനക മഹാരാജാവ് രണ്ടുപേരെയും ഒരേപോലെ കരുതി, അല്ലെങ്കിൽ സീതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വിശുദ്ധനാക്കപ്പെട്ടപ്പോൾ ഊർമിള സ്വന്തം മകളാണ് എന്ന് പലപ്പോഴും പലയിടത്തും പറയാതെ പോകുന്ന ഒരു കാര്യം കൂടെ കാണാം. ഏതായാലും ഊർമിള ചർച്ച ചെയ്യപ്പെടുന്നത് കൊട്ടാരത്തിൽ പന്ത് കളിക്കുന്ന സമയത്ത് ഒരു പന്ത് ഉരുണ്ട് നേരെ ഒരു പത്തായത്തിൻ്റെ അടിയിൽ പോയെന്നും ആയിരക്കണക്കിന് പറ നെല്ല് അളന്നിട്ടുള്ള ആ പത്തായത്തിൽ ഈ പന്ത് പോയപ്പോൾ ഊർമിള ഒറ്റ കൈകൊണ്ട് ആ പത്തായം പൊക്കി എന്നാണ് പറയുന്നത്. അതായത് അത്രയും ബലവും ശക്തിയും ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമാണ്. നാഗല എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ അവതാരമാണ് ശേഷയുടെ ഭാര്യയായിട്ടുള്ള നാഗലക്ഷ്മിയുടെ അവതാരമായിട്ടാണ് ഈ ഊർമിളയെ പുരാണത്തിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഊർമിള അനന്തൻ്റെ അവതാരമായിട്ടുള്ള ലക്ഷ്മണനുമായിട്ട് കൂടിച്ചേരുന്നത് വിവാഹത്തോടു കൂടിയാണ്. വിവാഹത്തോടു കൂടി ചേർന്ന് ഇരിക്കുന്ന സന്ദർഭത്തിൽ കുറച്ചുനാൾ മാത്രമാണ് ഭർത്തൃസുഖം എന്താണെന്ന് ഊർമിളയ്ക്ക് ലഭിക്കുന്നത്, അറിയാൻ കഴിയുന്നത്. വനവാസകാലമായതോടുകൂടി സീതയെപ്പോലെ ഊർമിളയും വനത്തിലേക്ക് പോകുവാൻ ലക്ഷ്മണൻ്റെ കൂടെ വനത്തിലേക്ക് പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ലക്ഷ്മണൻ പറയുന്നത്, വനത്തിൽ രാമനും സീതയ്ക്കും സംരക്ഷകനായി ഞാനുണ്ട്, എന്നാൽ കൊട്ടാരത്തിൽ രണ്ടമ്മമാരെ സംരക്ഷിക്കുവാൻ നീ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഊർമിളയ്ക്കും നിർബന്ധം പിടിക്കാമായിരുന്നു, എനിക്കും അങ്ങയുടെ കൂടെ വരണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ ഊർമിള അങ്ങനെ നിർബന്ധം പിടിക്കുന്നില്ല. ഊർമിളയ്ക്ക് ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ ഭർത്താവ് എന്താണോ പറയുന്നത് അത് കേട്ട് പതിധർമ്മം അനുസരിച്ച് ജീവിക്കുക. വനത്തിൽ രാവണൻ്റെ പുത്രനെ നിഗ്രഹിക്കുവാൻ നിത്യബ്രഹ്മചാരിയായിട്ട് കഴിയേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളത് കൊണ്ടാണ് ലക്ഷ്മണൻ 14 വർഷം ഊർമിളയെ ഉപേക്ഷിച്ചതെന്ന് പുരാണത്തിൽ പറയുന്നുണ്ട്. ലക്ഷ്മണൻ 14 വർഷവും വനത്തിലായിരുന്നപ്പോൾ നിദ്രാദേവി ഒരിക്കൽ ഊർമിളയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്ക് ഊർമിളയോട് ചോദിച്ചു, എന്താണ് ഞാൻ 2 വരം നൽകേണ്ടത്? അപ്പോൾ ഊർമിള പറഞ്ഞത്, വനത്തിൽ എൻ്റെ ഭർത്താവ് ലക്ഷ്മണൻ 14 വർഷവും ഉറങ്ങാതിരിക്കുകയാണ്, എന്നാൽ എനിക്ക് ലക്ഷ്മണനെ കുറിച്ചുള്ള ഓർമ്മകൾ വരാതിരിക്കുവാൻ ആദ്യം അനുഗ്രഹിക്കണം. കൂടാതെ 14 വർഷവും എനിക്ക് ഉറങ്ങാനായിട്ടുള്ള അനുഗ്രഹം തരണം. ലക്ഷ്മണൻ 14 വർഷവും കാട്ടിലായിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ 14 വർഷം കൊട്ടാരത്തിൽ ഉറങ്ങുവാൻ, അതായത് ഈ ലക്ഷ്മണൻ വനവാസത്തിന് പോകണമെന്ന് കേട്ടപ്പോൾ ഊർമിള ബോധം കെട്ട് വീണെന്നും ആ ബോധം ഉണർന്നത് പിന്നീട് 14 വർഷത്തിന് ശേഷമാണെന്നും ഒരു പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പുരാണത്തിൻ്റെ വ്യാഖ്യാന ഭേദങ്ങളായിട്ട് അതിനെ എടുത്താൽ മതി. ഏതായാലും 14 വർഷം ലക്ഷ്മണനെ ഇല്ലാത്ത സമയത്ത് ഉറങ്ങിയെന്നാണ് പറയുന്നത്. ആ ഉറങ്ങിയ ഊർമിള ഉണർന്നത് വനവാസത്തിന് ശേഷം ലക്ഷ്മണൻ തിരികെ വരുമ്പോഴാണ്. ആ സന്ദർഭത്തിൽ ഉണ്ടായ 2 പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ലക്ഷ്മണൻ രാമൻ്റെ തോഴനായി അല്ലെങ്കിൽ രാമൻ്റെ സുഹൃത്തായി, രാമൻ്റെ അനുജനായി വനവാസത്തിന് പോയതിന് ശേഷം തിരികെ വന്നപ്പോൾ 14 വർഷം ഉറങ്ങാത്തതിൻ്റെ ഉറക്കം ആരംഭിച്ചു. എന്നാൽ ആ സമയത്ത്
ഊർമിള ഉണർന്നിരിക്കുകയും തൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ അവിടെ ആ സമയത്ത് എങ്ങനെ ഇവർ ഭാര്യ ഭർത്താവായി ജീവിച്ചു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെങ്കിലും അംഗദനെന്നും ധർമ്മഗതുവെന്നും 2 മക്കൾ ഇവർക്കുണ്ടാവുന്നുണ്ട്. അവരെ പിന്നീട് ഭരണഭാരം ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ധർമ്മക്രതുവും അംഗദനെന്നും 2 മക്കളുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഊർമിളയെ സംബന്ധിച്ചിടത്തോളം ഊർമിള എന്ന് പറയുന്ന കഥാപാത്രം പുരാണത്തിൽ കാരുണ്യത്തിൻ്റെയും മനസ്സിൻ്റെ ഉടമയാണ്. അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ വാക്കിന് കൽപ്പിക്കുന്ന വില മറ്റാരേക്കാളും നന്നായിട്ട് അവൾ ഭർത്താവിൻ്റെ വാക്കിന് വില കൽപ്പിച്ചു. അതുകൊണ്ട് മാത്രമല്ല, സ്വന്തം ഭർത്താവ് തന്നെ ഓർക്കാതിരിക്കണമെന്ന് വരം ചോദിക്കുന്ന പുരാണത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തൻ്റെ ഭർത്താവ് തന്നെ ഓർക്കരുത് എന്ന് വരം ചോദിക്കുന്ന പുരാണത്തിലെയോ അല്ലെങ്കിൽ ലോകത്തിലെയോ ഒരേ ഒരു കഥാപാത്രം ഒരു പക്ഷേ ഊർമിളയായിരിക്കാം. അങ്ങനെയുള്ള ഊർമിളയ്ക്ക് വനവാസത്തിന് ശേഷം സീത പരിത്യാഗത്തിന് ശേഷവും ഭർത്താവിൽ നിന്ന് പിരിഞ്ഞിരിക്കുവാനായിരുന്നു യോഗം. കാരണം സീതയെ ലക്ഷ്മണൻ വനത്തിൽ അല്ലെങ്കിൽ തമസാ നദിയുടെ തീരത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് വന്നതിന് ശേഷം പിന്നീട് രാമൻ്റെ ദാസനായി കഴിയുകയാണ്. അപ്പോഴും ഉപേക്ഷിക്കപ്പെടുന്നത് സീതയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ഊർമിളയാണ് എന്ന് കാണാം. ലക്ഷ്മണൻ്റെ പരിഗണനകളൊന്നും കിട്ടാതെ തന്നെ ആണ്. അങ്ങനെയുള്ള ഊർമിള സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പതിധർമ്മത്തിൻ്റെയും മാതൃകയായിട്ട് പുരാണത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ഊർമിളയെ കുറിച്ച് ഓർക്കുന്ന സന്ദർഭത്തിലൊക്കെ നിദ്രാദേവി 14 വർഷം ഉറങ്ങിക്കോളൂന്ന് അനുഗ്രഹിച്ച ആ ഊർമിള യഥാർത്ഥത്തിൽ ഉറങ്ങുകയല്ലായിരുന്നു, ഉണർന്ന് തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഊർമിളയുടെ അവസാനം വീണ്ടും ശ്രീരാമ പട്ടാഭിഷേകമൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും സീതയെ ഉപേക്ഷിച്ചതിന് ശേഷം വീണ്ടും ലക്ഷ്മണൻ ഉപേക്ഷിച്ചതിന് തുല്യം കൊട്ടാരത്തിൽ കഴിയുമ്പോൾ അവൾ അപ്പോഴും തൻ്റെ ഭർത്താവായിട്ടുള്ള ലക്ഷ്മണനെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കുകയോ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുകയോ ചെയ്യുന്ന രൂപത്തിൽ ഇടപെട്ടില്ല. തൻ്റെ ഭർത്താവിൻ്റെ അമ്മമാരെ പരിചരിച്ച് ശുശ്രൂഷിച്ച് കൊട്ടാരത്തിൽ ഒരു വിളക്കായി ശോഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഊർമിള സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പതിധർമ്മത്തിൻ്റെയും പ്രതീകമായിട്ട് വാഴ്ത്തപ്പെടേണ്ട ആളാണ്, അങ്ങനെ വായിക്കപ്പെടേണ്ട ആളാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ രാമായണ മാസത്തിൻ്റെ അവസാനത്തെ വീഡിയോ എന്ന നിലയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ ഒരു 30 ദിവസത്തോളമായിട്ട് രാമായണത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ, വ്യത്യസ്ത വായനകൾ അവതരിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൂടുതൽ വായനാ വിശേഷങ്ങളും കൂടുതൽ ചർച്ചകളുമായിട്ട് പുതിയ എപ്പിസോഡുകൾ വീണ്ടും വരും. രാമായണമല്ലാതെയും നമുക്ക് വായിക്കാൻ ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. വായിക്കുക. വായന മനസ്സിനെ കൂടുതൽ തെളിച്ചത്തിലേക്ക് നയിക്കും. എല്ലാവർക്കും എല്ലാവരുടെ ഭാവുകങ്ങളും നന്ദി.